ഇന്നത്തെ അറിയിപ്പുകൾ. വിമാനങ്ങളിൽ ഉള്ളതിന് സമാനമായി ട്രെയിനിലും ലഗേജിന് നിയന്ത്രണം വരുന്നു. നിശ്ചിത അളവിൽ കൂടിയാൽ പണം ഈടാക്കാനാണ് ആലോചന. പ്രധാന സ്റ്റേഷനുകളിലായിരിക്കും ആദ്യം നടപ്പിലാക്കുക. ദീർഘദൂര യാത്രക്കാർക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് ലഗേജുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ റെയിൽവേ ആലോചിക്കുന്നത്. വിമാനത്തിലേതിന് സമാനമായി ട്രെയിനിൽ സൗജന്യമായി കൊണ്ടുപോകുന്ന ലഗേജിന് പരിധി നിശ്ചയിക്കും. കൂടുതൽ ഭാരമുണ്ടെങ്കിൽ ഓരോ കിലോയ്ക്കും പണം ഈടാക്കും. ഓരോ ക്ലാസ്സിനനുസരിച്ച് ലഗേജ് പരിധിയിലും നിരക്കിലും വ്യത്യാസമുണ്ടാകും. നിലവിൽ സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് സൗജന്യമായി കൊണ്ടുപോകുന്ന ലഗേജിന്റെ അളവ് 35 കിലോഗ്രാമാണ്. അധിക തുക നൽകിയാൽ 70 കിലോ വരെ കൊണ്ടുപോകാം. സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്ക് 40 കിലോ വരെ സൗജന്യമായി അലവൻസും 80 കിലോ വരെ തുകയടച്ചും അനുവദിക്കും. AC 3 ടയർ ചെയർ കാർ യാത്രക്കാർക്കും 40 കിലോയാണ് സൗജന്യ പരിധി. ഫസ്റ്റ് ക്ലാസ് AC 2 ഇയർ യാത്രക്കാർക്ക് പരമാവധി അനുവദിക്കുന്നത് 100 കിലോ ലഗേജാണ്. 50 കിലോ വരെ സൗജന്യമാണ്. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് 70 കിലോ വരെ സൗജന്യമായും 180 കിലോ വരെ പ്രത്യേക തുകയടച്ചും കൊണ്ടുപോകാം. റെയിൽവേ സ്റ്റേഷനുകളിൽ എയർപോർട്ടിലേതിന് സമാനമായി പ്രീമിയം സ്റ്റോറുകൾ തുടങ്ങാനും നീക്കമുണ്ട്. വസ്ത്രങ്ങൾ, ചെരുപ്പ്, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും ഷോപ്പുകൾക്ക് അനുമതി നൽകുക. നിർദ്ദേശങ്ങളെല്ലാം റെയിൽവേയുടെ സജീവ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രക്കാർക്കായി വമ്പൻ പരിഷ്കാരങ്ങളുമായി ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ പുറപ്പെടുന്നതിന് 10 മണിക്കൂർ മുൻപേ തന്നെ ടിക്കറ്റ് സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്ന പുതിയ സൗകര്യമാണ് റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേ ടിക്കറ്റുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ അനിശ്ചിതത്വം കുറയ്ക്കുകയാണ് ഈ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ടിക്കറ്റ് സ്റ്റാറ്റസ് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കാനുള്ള സമയമാണ് ഇന്ത്യൻ റെയിൽവേ പരിഷ്കരിച്ചത്. റെയിൽവേ ടിക്കറ്റിൽ യാത്രക്കാർ നേരിടുന്ന അനിശ്ചിതത്വം കുറയ്ക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭ്യമല്ലെങ്കിൽ മറ്റു വഴി തേടാനുള്ള അവസരവും പുതിയ മാറ്റത്തിലൂടെ ലഭിക്കുന്നു. ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പായിരുന്നു നേരത്തെ റിസർവേഷൻ ചാർട്ടുകൾ തയ്യാറാക്കിയിരുന്നത്. ഇതാദ്യമായാണ് ഇപ്പോൾ ചാർട്ട് തയ്യാറാക്കൽ സമയം നീട്ടിയത്. ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം ടിക്കറ്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നത് യാത്രക്കാരെ വല്ലാതെ വലച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ ഓരോരുത്തർക്കും അവരവരുടെ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ദീർഘദൂര ട്രെയിനുകളിൽ പോകാൻ ഉദ്ദേശിക്കുന്ന യാത്രക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. അവസാന നിമിഷത്തെ സമ്മർദ്ദം ലഘൂകരിക്കാൻ ഇത് യാത്രക്കാരെ സഹായിക്കും. യാത്രക്കാർക്ക് താമസ സൗകര്യം, യാത്രാ ആസൂത്രണം, ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കൽ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ ക്രമീകരണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.